ആറ്റുകാൽ പൊങ്കാല അർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. 9:45 അടുപ്പുകളിൽ തീ പകരും. തത്സമയ വിശദാംശങ്ങളുമായി സ്മിത ഹരിദാസ്, മേഘന മുരളി, സൂര്യഗായത്രി, വർഷ വിജയനൊപ്പം ലിഡിയ ജേക്കബ് വിവിധ ഇടങ്ങളിൽ നിന്നുണ്ടാകും. ആദ്യം സൂര്യഗായത്രിയിലേക്കാണ്. സൂര്യഗായത്രി ഉള്ളത് തമ്പാനൂരിലാണ്. തമ്പാനൂരിലൊക്കെ ഇന്നലെ മുതൽ തന്നെ ഭക്തർ ഇടം പിടിച്ചിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതുമാണ്. ഇനിയിപ്പോൾ എന്താണ് അവിടെ അടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കായിരിക്കുമല്ലോ. അഞ്ച അടുക്കാൻ കഴിയാത്ത തിരക്ക് തന്നെയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തമ്പാനൂരിൽ ഈ രണ്ട് റോഡിന്റെയും ഇരുവശം അപ്പുറവും ഇപ്പുറവും നിറഞ്ഞ ഭക്തരാണ്. ആറ്റുകാൽ ദേവിക്കുള്ള അടുപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആളുകൾ കുറച്ച് മുന്നേ വരെയും ഭക്തർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഓടിയെത്തി അടുപ്പ് കൂട്ടാനുള്ള ധൃതിയൊക്കെ ചിലരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറച്ച് അധികമാണ് എന്നുള്ളതാണ് ഈ വരുന്ന ഭക്തർ തന്നെ നമ്മളോട് പറയുന്നത്. കാരണം ഈ അടുപ്പ് കൂട്ടുന്ന തിരക്ക് കണ്ടാലും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ തിരക്ക് കണ്ടാലും ഒക്കെ തന്നെ അധികം ആളുകൾ ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മ എവിടെ നിന്നാ? എപ്പോ എത്തി? ഇന്നലെ രാത്രി 8 മണിക്ക്. എല്ലാം തയ്യാറായോ? തയ്യാറായി. എന്താ ദേവിക്ക് എന്താ നിവേദ്യം? പായസമുള്ളു, പൊങ്കാലുള്ളു. എല്ലാ കൊല്ലം മുടങ്ങാറ് വരാറുണ്ടോ? ഇപ്പൊ എത്രാമത്തെ പൊങ്കാലയാ? 6 കാണണം, എത്രാമത്താന്ന് അറിയത്തില്ല. ചേച്ചി എവിടെ നിന്നാ? അഞ്ചലാണോ? അഞ്ചൽ ഈച്ചൻകുഴി. എപ്പോ എത്തി? ഞങ്ങൾ ഇന്നലെ 8 മണിയായപ്പോ ഇവിടെ വന്നു. ഈ സൈഡിലുള്ളവർക്കൊക്കെ ഇത്തിരി ആശ്വാസം കാണും. കാരണം ഇവിടെയൊക്കെ കുറച്ച് വെയിൽ കുറവുണ്ട്. മരമുള്ളതിന്റെ തണലിൽ ഇങ്ങനെ കുറച്ചുപേർ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ റെയിൽവേ ബസ് സ്റ്റേഷന്റെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെയും ഒക്കെ പരിസരത്ത് നോക്കിയാൽ അതികഠിനമാണ് ചൂട് എന്നുള്ളതാണ്. പക്ഷെ ആ ചൂടൊന്നും തങ്ങളെ തളർത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എത്ര ചൂടാണെങ്കിലും പൊങ്കാലയിട്ട് ദേവിക്ക് പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞ് മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിൽ പലരും രാവിലെ ഇവിടെ ഭക്ഷണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. പക്ഷേ ഈ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ചിലരുണ്ട്. പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു പോലും ഇരിക്കുന്ന ഭക്തരെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയാം. ഇനി ഇപ്പോൾ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചേച്ചി എവിടെ നിന്നാ? കൊല്ലത്തുനിന്നാ. എപ്പോ എത്തി? 4:30 വന്നു. മുടങ്ങാറെത്താറുണ്ടോ? ഇറങ്ങി. മുടങ്ങാറെത്താറുണ്ട്. തണലുള്ള സ്ഥലത്ത് തന്നെ കിട്ടിയല്ലേ? തള്ളി നോക്കി നിന്നതാ. അത് തന്നെയാണ്. ഈ സ്ഥലത്തൊക്കെ നല്ല തണലുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോയാൽ ചൂട് അത് കഠിനമാണെന്നുള്ളതാണ്. അമ്മ എവിടെ നിന്നാ? അമ്മ കല്ലറയെന്നു. കല്ലറ. എല്ലാ കൊല്ലം എത്താറുണ്ടോ? ഇതിപ്പോ എവിടെയാ? എത്രാമത്തെ പൊങ്കാലയാ? ഇത് 10-22 ആയി. എല്ലാം ഒരുക്കമൊക്കെ പൂർത്തിയായി? ഒരുക്കമൊക്കെ പൂർത്തിയായി. എപ്പോ എത്തി? നമ്മൾ രാവിലെ എത്തി. മറ്റൊന്ന്, നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്തരുടെ നടുക്കൂടി KSRTC ബസ്സുകളൊക്കെ വരുന്നത് കാണാം. ആളില്ലാത്ത KSRTC ബസ്സുകൾ പലതും ഇങ്ങനെ ഭക്തരുടെ ഇടയിലൂടെ വരുന്നത് കാണാം. അത് കുറച്ച് അപകടം പിടിച്ച ഒരു കാര്യമാണ്. എന്തായാലും അത് ഈ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ KSRTC ബസ്സുകൾ ഇതുവഴിയുള്ള യാത്ര തടയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ഒരു തടസ്സമായിട്ട് ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ സൗകര്യങ്ങളും ഭക്തർക്ക് ഒരുക്കിക്കൊണ്ടാണ് അവരെ ഇവിടേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ഈ ഭക്തരുടെ ആറ്റുകാൽ ദേവിയോടുള്ള പ്രാർത്ഥനയും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തലസ്ഥാന നഗരിയുടെ ആതിഥേയത്വം തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് എല്ലാ വകുപ്പുകളും ഇവിടെ സജ്ജമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രാവിലെ KSRTCയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് CITU സംഘടനയും ഒക്കെയാണ് ഇവർക്ക് വേണ്ട പ്രഭാത ഭക്ഷണം ഒരുക്കി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ ഉച്ചയ്ക്കായാലും അതിനുശേഷം അവർക്ക് ഈ പൊങ്കാല ഇടുന്ന സമയത്ത് വേണ്ട കുടിവെള്ളമായാലും ഒക്കെ എത്തിച്ച് നൽകുന്നത് അവർ തന്നെയാണ്. അതുകൂടാതെ കേരള പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അടക്കം വലിയ ഒരു സംഘം മുക്കിനും മൂലയിലും ഉണ്ട് എന്നുള്ളതാണ്. എന്ത് ബുദ്ധിമുട്ട്, എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ്. നമുക്കിവിടെ കാണാം, ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പണ്ടാര അടുപ്പിൽ തീ പകർന്ന ഉടൻ തന്നെ ഈ തമ്പാനൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആ തീ പകർന്നെത്തുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അതിന്റെ അവസാനഘട്ട ചടങ്ങുകളാണ് നടക്കുന്നത്.
അതാണ് ഇപ്പോൾ തമ്പാനൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങൾ അതാണ് സൂര്യഗായത്രി നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് സ്മിത ഹരിദാസിലേക്കാണ്. സ്മിത ഉള്ളത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. സ്മിത, അല്പസമയത്തിനകം തന്നെ പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്ന ആ ചടങ്ങ് നടക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഇതിനകം തന്നെ ആദ്യ ചടങ്ങ് അത് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് തീ പകരുന്നത്? വിവരങ്ങൾ. ശുദ്ധപുണ്യാഹം എന്നുള്ള ആദ്യ ചടങ്ങ് അത് അല്പസമയം മുൻപ് തന്നെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ പണ്ടാരടുപ്പിലേക്ക് തീ പകരുക എന്നുള്ളതാണ്. അത് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന തീനാളം, അതാണ് മേൽശാന്തി അവിടെയുള്ള അടുപ്പിലേക്ക് പകരുന്നത്. അതിനുശേഷം ആ തീനാളം തന്നെ മറ്റെല്ലാ അടുപ്പുകളിലേക്കും പകരുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാവുന്നത്. പിന്നീട് തങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ, പ്രാർത്ഥനയോടെ തയ്യാറാക്കുന്ന വിഭവങ്ങൾ, അത് ദേവിക്ക് തയ്യാറാക്കി നൽകുന്ന ഒന്നിലേറെ വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലേക്കാകും പിന്നീട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കുംഭസൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ പണ്ടാര അടുപ്പുകളിൽ നിന്നുള്ള തീയും പുകയും ഉയരുന്നത്. പക്ഷേ അതൊന്നും ഒരു ഭക്തരെ സംബന്ധിച്ച് അതൊക്കെ അവരുടെ സമർപ്പണത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷമായുള്ള കാത്തിരിപ്പാണ്. എത്രയോ വർഷങ്ങളായി തുടർച്ചയായി വന്ന് നിവേദ്യം അർപ്പിക്കുന്ന ഭക്തരെയൊക്കെ എല്ലാ തവണയും നമ്മൾ കാണുന്നതാണ്. ഇക്കുറി പക്ഷേ ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്കൊരു തിരക്കാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഭക്തർ അങ്ങോട്ടേക്ക് എത്തിയത്. ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു. ആ പ്രദേശത്തേക്ക് സൂചി കുത്താൻ ഇടയില്ല എന്ന് പറയുന്നത് പോലെ, ഇടമില്ല എന്ന് പറയുന്നത് പോലെയുള്ള തിരക്കായിരുന്നു. അപ്പോൾ ഇത്തവണ റെക്കോർഡ് ഭേദിക്കുമോ എന്നൊക്കെ ഒരു വലിയൊരു സംശയമൊക്കെ ഉണ്ട്. ഏതായാലും അത്രയധികം ഭക്തജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഇടങ്ങളിൽ നിന്നൊപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഭക്തർ ഇക്കുറിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കിലോമീറ്ററുകൾ ദൂരെ മുതൽ തന്നെ ഭക്തരുടെ പൊങ്കാലയെടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 2 ദിവസം മുൻപ് തന്നെ ഭക്തർ അങ്ങോട്ടേക്ക് എത്തി അവരുടെ സ്ഥലം പിടിച്ചു വെക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാ തവണയും കാണുന്നത് പോലെ ഇക്കുറിയുമുണ്ട്. പക്ഷേ ഇക്കുറി കുറച്ച് ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. സ്ഥിരമായി നമ്മൾ കാണുന്ന ചില സെലിബ്രിറ്റി മുഖങ്ങളുണ്ട്, അവരൊക്കെ ഇക്കുറിയും എത്തിയിട്ടുണ്ട്. ചിപ്പി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളൊക്കെ ഇത്തവണയും പൊങ്കാലയിടാനായി എത്തിയിട്ടുണ്ട്. നമ്മൾ സ്മിത ഹരിദാസിലേക്ക് പോവുകയാണ്. സ്മിത, എപ്പോഴാണ് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നത്? മേൽശാന്തി. സ്മിതയിലേക്ക് എത്താം. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 9:45 തന്നെ ആ ചടങ്ങ് നടക്കുമെന്നാണ് കരുതുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പിന്നീട് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത് പല തരത്തിലുള്ള നിവേദ്യങ്ങളുമായി ആണ്. അതിനൊക്കെയുള്ള സാധന സാമഗ്രികളുമായാണ് ഭക്തർ എത്തിയിട്ടുള്ളത്. കൃത്യം 2 മണിക്ക് ശേഷം പൊങ്കാല നിവേദ്യം, ഉച്ചപൂജയ്ക്ക് ശേഷമാണ് 2:15 പൊങ്കാല നിവേദ്യം. പിന്നീട് ഈ ചടങ്ങുകൾക്കെല്ലാം സമാപനമാവുകയും ചെയ്യും. വലിയ സജ്ജീകരണങ്ങൾ ഇത്തവണയും, എല്ലാ തവണയും എന്നതുപോലെ ഇത്തവണയും ക്രമീകരിച്ചിട്ടുണ്ട്. മേഘന മുരളിയിലേക്കാണ് പോകുന്നത്. മേഘന, എപ്പോഴാണ് തീ പകരുന്നത് പണ്ടാരയടുപ്പിലേക്ക്? അത് മേൽശാന്തിയാണല്ലോ ആ ചടങ്ങ് ആദ്യം ചെയ്യുന്നത്. അനിത, ആറ്റുകാൽ ഭഗവതി സന്നിധി ഭക്തി സാന്ദ്രമാണ്. എല്ലാ കാലത്തെയും പോലെ തന്നെ പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും ശുഭമുഹൂർത്തത്തിലാണ് ആറ്റുകാൽ ഭഗവതി സന്നിധി ഉള്ളത്. അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പൊങ്കാല അടുപ്പിൽ തീ പകരാനായി ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. 9:45 കൂടി, കൃത്യം 9:45 പൊങ്കാല അടുപ്പിൽ തീ പകരും. അതോടുകൂടി തന്നെ ഭക്തജനലക്ഷങ്ങളുടെ അടുപ്പിലേക്കും തീ പകരും, തീ ജ്വലിപ്പിക്കുമെന്നുള്ളതാണ്. അതോടുകൂടി തന്നെ അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കാനുള്ള ഈ ഭക്തരുടെ ഒരുക്കങ്ങൾ, അത് വിവിധ ഇനം നൈവേദ്യങ്ങളുമായി ഭക്തർ തയ്യാറാണ്. അവർ ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയും കഴിഞ്ഞു. ഇനി പൊങ്കാലയടുപ്പിൽ, പണ്ടാരയടുപ്പിൽ തീ പകർന്നാൽ ഉടൻ തന്നെ ഭക്തജനലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്കും തീ പകരും. അല്പസമയത്തിനകം തന്നെ, ഇപ്പോൾ 9:45 ആയിരിക്കുന്നു. ഇപ്പോൾ പൊങ്കാലയടുപ്പിലേക്ക് തീ പകരുന്ന പുണ്യ നിമിഷത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.